ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 25-26 വചനങ്ങൾ. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ട് കളയാൻ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ദൈവകൽപ്പന പ്രകാരം മോശ ദൈവസന്നിധിയിൽ 40 ദിവസം രാവും പകലും ഉപവസിച്ച് ദൈവത്തിൻ്റെ കൽപ്പന 12 കൽപ്പനകൾ പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നതിന് മധ്യേ അഹരോൻ ഇവിടെ ജനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരണമായി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. പൊന്നുകൊണ്ട് അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തോട് മത്സരിച്ചു. വിഗ്രഹ ആരാധനയിലേക്ക് അവർ വഴുതി വീണു. വചനം പഠിപ്പിക്കുന്നു അത് അഹരോൻ അവരെ അഴിച്ചു വിട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതുവരെ മോശ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉപദേശപ്രകാരം ജനത്തെ നയിച്ചു കൊണ്ടുവരികയായിരുന്നു. ഒരുക്കി കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കാൻ മോശ പോയ സമയത്ത് അഹരോൻ അവരുടെ വിരോധികൾക്ക് മുമ്പാകെ ഹാസ്യമാകത്തക്കവണ്ണം അവരെ കെട്ടഴിച്ച് വിട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൻ്റെ കെട്ടുപാടുകൾ അഴിച്ചു അവരെ സ്വാതന്ത്ര്യമാക്കി അങ്ങ് വിട്ടു. അങ്ങനെ വചനം പഠിപ്പിക്കും ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ നോക്കിയപ്പോൾ ജനം കെട്ടഴിഞ്ഞവരായി മാറി. അഥവാ ദൈവിക വ്യവസ്ഥയിൽ നിന്ന് ജനം പിന്മാറിപ്പോയി. അങ്ങനെ മോശ കണ്ടിട്ട് മോശ വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ് യഹോവയുടെ പക്ഷത്തുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. മോശ പാളയത്തിൻ്റെ വാതിക്ക് നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ലേവിയരൊക്കെയും മോശയുടെ അടുത്തേക്ക് അഥവാ യഹോവയുടെ പക്ഷത്തിലേക്ക് ചേർന്ന് വന്നു. ദൈവനാമത്തിന് പറയട്ടെ, ഈ സമയത്ത് അഹരോനും ദൈവത്തെ ഭയപ്പെട്ടു മോശയുടെ അടുക്കലേക്ക് ഓടി വന്നു. ആക്ച്വലി അഹരോനാണ് ജനത്തെ കെട്ടഴിച്ച് വിട്ടത്. അഹരോനാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തെ വഴിതെറ്റിച്ചത്. യഹോവയുടെ ജനത്തെ 2 പക്ഷമാക്കിയതും അഹരോനാണ്. പക്ഷേ മോശ വന്ന് ദൈവത്തിൻ്റെ ശബ്ദം വിളിച്ചു പറഞ്ഞപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അഹരോൻ ഓടി മോശയുടെ അടുക്കലേക്ക് വന്നു ചേർന്നു. അന്ന് 3000 പേര് കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ പക്ഷം കടന്നു വരാതിരുന്ന 3000 പേരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെട്ടു. ആക്ച്വലി ആദ്യം കൊല്ലപ്പെടേണ്ടത് അഹരോനാണ്. ആദ്യം നശിക്കേണ്ടത് അഹരോനാണ്. അഹരോനാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനത്തെ വഴിതെറ്റിച്ചത്. മറ്റ് ലോക മനുഷ്യരുടെ മുമ്പാകെ ദൈവജനത്തെ ഹാസ്യമാക്കി മാറ്റിയത് അഹരോനാണ്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ജനത്തെ തെറ്റിച്ചത്, ദൈവത്തിൻ്റെ ജനത്തെ 2 പക്ഷമാക്കിയത് എല്ലാം അഹരോനാണ്. പക്ഷേ മോശ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ അഹരോൻ ദൈവത്തെ ഭയപ്പെട്ട് യഹോവയുടെ പക്ഷത്തിലേക്ക് വന്നു. ഈ കാലഘട്ടത്തിലും ദൈവജനം ലോക മനുഷ്യരുടെ മുമ്പിൽ ഹാസ്യമാകത്തക്കവണ്ണം പലരും കെട്ടഴിച്ച് വിടുമ്പോൾ ഉപദേശത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് പരസ്യകോലമാക്കി ജനത്തെ അഴിച്ചു വിട്ട് കളയുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കോപം നിൻ്റെ മേൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട് യഹോവയുടെ പക്ഷത്തിലേക്ക് ദൈവത്തിൻ്റെ പക്ഷത്തിലേക്ക് ശരണം പ്രാപിച്ച ഈ ന്യായവിധിയിൽ നിന്നും നമുക്കും തെറ്റി ഒഴിയാൻ ഇടയായിത്തീരും. അങ്ങനെ അഹരോൻ നശിക്കാതെ കൊല്ലപ്പെടാതെ യഹോവയുടെ പക്ഷത്തിലേക്ക് ചേരുവാനിടയായി. ഈ കാലഘട്ടത്തിലും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ ഏവരെ സഹായിക്കട്ടെ. ഈ വചനങ്ങളായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.